ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൃഷഭ മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ചാനലിലെ വീഡിയോകൾ എല്ലാവരും കാണുന്നുണ്ട്, ഓക്കെ, പക്ഷേ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും സിനിമകളുടെ ഞാൻ ഈ കുറച്ച് ദിവസം മുമ്പ് വരെ എല്ലാ സിനിമകളുടെ റിവ്യൂ വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് കുറച്ച് തിരക്കുകളായിരുന്നതിനാൽ ചില സിനിമകളുടെ മാത്രമേ ഞാൻ മിസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം സിനിമകളുടെ റിവ്യൂ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സത്യസന്ധമായ യഥാർത്ഥ റിവ്യൂ തന്നെയാണ്. എനിക്ക് ആ സിനിമ എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ഞാൻ വെട്ടി തുറന്ന് പറയുക. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. അപ്പോൾ ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചിന്തിച്ചത്, ലാലേട്ടൻ്റെ ബബ്ബബ്ബ മൂവി കണ്ടിരുന്നു. അപ്പോൾ അതിൽ ലാലേട്ടനെ ഒരു ഫാൻസിന് വേണ്ടി ഒരു കഥാപാത്രമായിട്ട് വെച്ച പോലെ ആ സിനിമയുള്ളൂ. അതായത് ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു നടൻ, ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ആ സിനിമയിൽ ലാലേട്ടനെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് കഥ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഇടയിൽ കൂടെ വരികയാണ്. പക്ഷേ ആ സിനിമയിലെ ഒരു കഥ എന്ന് പറയുന്ന സാധനം കാര്യമായിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ആ സിനിമയിൽ എനിക്ക് അത്രയ്ക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുപോലെ ഈ സിനിമയും അങ്ങനെ ആവുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയിരുന്നില്ല. അങ്ങനെ സിനിമയ്ക്ക് കയറി സിനിമ തുടങ്ങിയതും തന്നെ ആദ്യം തന്നെ ഒരു സംഭവം ഉണ്ടായി. അതിനും പുറകെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെയാണ് ഇനി സിനിമ മുന്നോട്ട് പോകുന്നത്, ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങി അവസാനം വരെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞതും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആ ഭാഗത്ത് ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കഥയും തിരക്കഥയും ഡയറക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത് നന്ദകിഷോറാണ്. അപ്പം നന്ദകിഷോർ ഈ ഭാഗത്ത് നിന്ന് ഇതെങ്ങനെ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് കഥ എഴുതിയെന്ന് വിചാരിച്ചു. കാരണം ആദ്യം കാണിച്ചതിൻ്റെ സംഭവമല്ല അവിടുന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൽ തൂങ്ങിയിട്ടാണ് സിനിമ അവസാനം വരെ പോവുക എന്ന് ഞാനും വിചാരിച്ചു. കാരണം ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം. പക്ഷേ ഇടവേള എത്തിയപ്പോഴേക്ക് ദേ കിടക്കുന്നു മറ്റൊരു ട്വിസ്റ്റ്. അതാരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇടവേളയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഇതെന്താ ഇങ്ങനെ പോകുന്നത് കഥ എന്ന് തോന്നി. അപ്പോൾ ഇടവേള ആയപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, നന്ദകിഷോർ നല്ലൊരു കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, നല്ലൊരു ഡയറക്ടറാണെന്ന് മനസ്സിലായി. കാരണം ആ രീതിയിൽ തന്നെയാണ് പുള്ളി ഇടവേള വരെ കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ അതുവരെ എവിടെയും ഒരു ലാഗില്ല, അതേപോലെ എവിടെയും ഒരു ബോറടിപ്പിക്കലില്ല, അതേപോലെ നല്ല ത്രില്ലിംഗ് ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്, നല്ല ഡാൻസ് ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഇടവേള എത്തിയത്. ഇനി അവിടുന്ന് അങ്ങോട്ട് എന്തെന്ന് ഞാൻ വിചാരിച്ചു. അവിടുന്ന് അങ്ങോട്ടും സിനിമ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സിനിമയുടെ രണ്ടാമത്തെ ട്വിസ്റ്റ്, അതിൻ്റെ ഭാഗം തന്നെയാണ് അവസാനം വരെയും പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു ക്ലൈമാക്സ് സുഖമില്ലാത്ത രീതിയിൽ വരാനാണ് സാധ്യത. ശാപവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കഥയ്ക്ക് അങ്ങനെ വരാനാണ് സാധ്യത പക്ഷേ അങ്ങനെയില്ലാതെ ട്വിസ്റ്റിൻ്റെ മേലെ ട്വിസ്റ്റൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ക്ലൈമാക്സ് തന്നെ നന്ദകിഷോർ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കഥ പുള്ളി എഴുതി നല്ല തിരക്കഥയും കൊടുത്ത് നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ കഥാപാത്രങ്ങൾ, ലാലേട്ടൻ്റെ വൃഷഭ കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിലെ മെയിൻ ഹീറോ കേട്ടോ. അതിൽ സംശയിക്കാനില്ല. അങ്ങനെയാണ് ഈ കഥ എഴുതി വച്ചിരിക്കുന്നത്. ആ വൃഷഭയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നതെങ്കിലും ഒപ്പം മറ്റൊരു കഥാപാത്രം കൂടി ഈ സിനിമയിലുണ്ട്. ആ ഒരു കഥാപാത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ കഥാപാത്രത്തെക്കാളും ആ കഥാപാത്രം താഴെ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഈ ഒരു കഥാപാത്രത്തിന് നന്ദകിഷോർ തിരഞ്ഞെടുത്ത നടൻ്റെ അഭിനയം കൊണ്ട് ലാലേട്ടനെക്കാളും ഒരു പടി മേലെ ആ കഥാപാത്രം, ആ ഒരു ഹീറോ നിൽക്കുന്നതായിട്ട് പിന്നെ തോന്നി. അതായത് ഇടവേള കഴിഞ്ഞും അവിടുന്ന് കുറേ സംഭവങ്ങളുണ്ട്. അവസാനം വരെ എത്തിയപ്പോഴേക്കും ഇതിൽ ശരിക്കും ഹീറോ ആ ഒരു യുവനടനാണെന്ന് പുള്ളി സ്വയം തെളിയിച്ചിരിക്കുകയാണ്. ആ അഭിനയിച്ച നടൻ, പുള്ളിയുടെ പേര് സമർജിത്ത് ലങ്കേഷാണ്. നല്ലൊരു യുവനടൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ആക്ഷൻ ഹീറോ, നല്ല ഡാൻസർ, ഒരുപാട് ഭാവങ്ങൾ പുള്ളിക്ക് ഈ സിനിമയിൽ കൊടുക്കാനുണ്ട്. ലാലേട്ടനാകട്ടെ ഒരു പിതൃ സംഭവമായ അങ്ങനെയാണ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ സ്നേഹം അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ. പക്ഷേ ലാലേട്ടന് നല്ല ആക്ഷനൊക്കെ സിനിമയിലുണ്ട് കേട്ടോ. അതേപോലെ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന കഥാപാത്രത്തെ നന്നായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അവസാനം വരെയും പുള്ളി കുഴപ്പമില്ല പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു കഥാപാത്രത്തിൽ ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. നല്ല മെയിൻ ഹീറോ ആണെങ്കിൽ ഒരു ശാന്തത, പക്ഷെ നല്ല ആക്ഷനൊക്കെ ഉണ്ട്, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രം അങ്ങനെയല്ല. പുള്ളിക്ക് നല്ല സംഭവങ്ങൾ ഇതിലുണ്ട്. പുള്ളിക്ക് ഒരു പിതൃസ്നേഹം, അതേപോലെ പിതൃസ്നേഹമല്ല, ഒരു മകനെന്ന നിലയ്ക്കുള്ള സംഭവങ്ങൾ, അതേപോലെ പ്രണയം, അതേപോലെ നല്ല ഡാൻസറാണ്, നല്ല ആക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ട്വിസ്റ്റിൻ്റെ മേലെ ട്വിസ്റ്റ് പുള്ളിക്ക് വരുമ്പോൾ അതിൽ പുള്ളിക്ക് പലതരം ഭാവങ്ങൾ കൊടുക്കാനുണ്ട്. ഭയങ്കരമായ ഭാവം, ശാന്തമായ ഭാവം, ഒരു വളരെ ചിരിച്ചുകൊണ്ട് പ്രണയിക്കുന്ന ഒരു ഭാവം എല്ലാം ഉണ്ട്. പുള്ളി നന്നായിട്ട് പക്കാവായിട്ട് ചെയ്തിട്ടുണ്ട്. തൻ്റെ കഥാപാത്രം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതാത് ഭാഗങ്ങളിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒപ്പം ലാലേട്ടനാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ലാലേട്ടനും കുറച്ച് സംഭവങ്ങൾ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം പുള്ളിയുടെ ഒരു ഗുരുത്വത്തിൽ നിന്നുകൊണ്ട് അഭിനയിക്കുമ്പോൾ എന്തായാലും ആ കഥാപാത്രം ഗംഭീരമാകുമല്ലോ. അതുകൊണ്ട് സമർജിത്ത് ലങ്കേഷ് പൊളിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പുള്ളിക്ക് ഇനിയും നല്ല നല്ല വേഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുള്ളി തീർച്ചയായിട്ടും അതൊക്കെ പൊളിക്കും എന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പീറ്റർ ഹൈനാണ്. അതേപോലെ സ്റ്റണ്ട് സിൽവയും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നല്ല ആക്ഷനുണ്ട്. പക്ഷേ ആക്ഷന് വേണ്ടിയിട്ട് ഓരോ ഭാഗത്തായിട്ട് ഓരോ സീനുകൾ ക്രിയേറ്റ് ചെയ്ത് ആക്ഷൻ കൊടുക്കുകയല്ല ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. കഥയ്ക്ക് ഒത്ത വിധം അവിടെ ആയിട്ട് ആക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു ആക്ഷൻ ദേ കിടക്കുന്നു പെട്ടെന്നൊരു ആക്ഷൻ വരുന്നു അങ്ങനെ തോന്നുന്നില്ല. കഥയ്ക്കനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ ആ ഓരോ ഭാഗത്തും വേണ്ട ആക്ഷൻ നല്ല പൊളിച്ച് ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്ത് ചുരുക്കിയ ആക്ഷനാണ്, ചില ഭാഗത്ത് കുറച്ച് ലോങ് ടൈമുള്ള ആക്ഷനാണ്. അതൊക്കെ നന്നായിട്ട് തന്നെ ലാലേട്ടനും സമർജിത്ത് ലങ്കേഷും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ലാത്ത ഒരു നല്ല സിനിമ തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ കാണാമെന്ന് വെച്ചാൽ ഇത് ഒറ്റയ്ക്ക് പോയിട്ടും കാണാം, കൂട്ടുകാരായിട്ട് പോയിട്ടും കാണാം, അതേപോലെ ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. വല്ലാത്ത വയലൻസ് കാര്യങ്ങൾ അതൊന്നുമില്ല. പക്ഷെ എന്നാലും ഉണ്ട് ഇതിൽ. പക്ഷെ അതൊന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല. അതേസമയം നല്ല കഥയും ആക്ഷനും, അതേപോലെ നമ്മൾ ഒരു ഫാമിലി എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ ഈ സിനിമയിലുണ്ട്. ഇനി ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്ന വ്യക്തി എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അത് എല്ലാം പ്രതീക്ഷിക്കുന്ന എല്ലാം ഒന്നുമില്ല കേട്ടോ. ഫാമിലിക്ക് പറ്റിയ സംഭവങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെല്ലാം തന്നെ ഈ സിനിമയിലുണ്ട്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.